ഒരു വാർത്ത മഹാരാജാസിലേക്ക് അഭിഭാഷകരുടെ നേതൃത്വത്തിൽ മദ്യക്കുപ്പികളും കല്ലുകളും എറിഞ്ഞതായി പരാതി. കഴിഞ്ഞ രാത്രി അഭിഭാഷകരും മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വീണ്ടും സംഘർഷമുണ്ടായത്. അതിന്റെ ദൃശ്യങ്ങൾ ഒന്ന് നോക്കാം. അതിനുശേഷം രാഗിൽ നിന്നും വിവരം കൂടി എടുക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെയും രണ്ടാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ അവസാന വർഷ പരീക്ഷകൾ കഴിഞ്ഞ് അവരെല്ലാം പരീക്ഷ ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് വിദ്യാർത്ഥിനികളുണ്ട്, മറ്റ് അധ്യാപകരുണ്ട്. ഇവർക്കെല്ലാവർക്കും നേരെ ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരു വിഷയവും അറിയാത്ത നിരപരാധികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ ബിയർ ബോട്ടിലുകൾ, വലിയ കല്ലുകൾ, മരക്കഷ്ണങ്ങൾ, ഈ മാരകായുധങ്ങൾ വലിച്ചെറിയാണ്. കോടതി വളപ്പിൽ നിന്ന് ഒരു ഗവൺമെൻറ് സ്ഥാപനമായ മഹാരാജാസ് പോലെ ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു ക്യാമ്പസിൻ്റെ ഓടുകളിലേക്ക്, ചില്ലുകളിൽ തകർക്കുന്ന വിധത്തിലേക്ക് എറിയാണ്. മാരകമായി കുട്ടികളുടെ നേരെ വലിച്ചെറിയാണ്. ഈ അഭിഭാഷകരെന്ന് പറയുന്നവർ അവരുടെ കോട്ടുൾപ്പെടെ ധരിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നത്. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, കഴിഞ്ഞ ദിവസത്തെ അക്രമത്തിന്റെ തുടർച്ചയെന്ന വണ്ണം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്ത് ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ ഈ കണ്ട ദൃശ്യങ്ങൾ. അതായത് കോടതി വളപ്പിന് അകത്ത് നിന്ന് അഭിഭാഷകർ കുപ്പിയും മറ്റും എറിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾ വലിയ പരാതി ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ ഇപ്പോഴുണ്ടായ സംഭവം ഏകപക്ഷീയമായിട്ടുള്ളൊരു സംഭവമാണെന്നാണ് അവരുടെ പരാതി. കൂടുതൽ പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തി ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളൊക്കെ തന്നെ മഹാരാജാസ് കോളേജിൽ നിൽക്കുകയാണ്. വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഭിഭാഷകരുടെ മാർച്ച് ഇപ്പോൾ ഈ മേഖലയിൽ നടന്നിരുന്നു. എന്തായാലും തൊട്ടടുത്ത രണ്ട് കോമ്പൗണ്ടാണ് മഹാരാജാസ് കോളേജും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോടതിയും. അതുകൊണ്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസ് ഇവിടെയുണ്ട്. ഇപ്പോൾ വീണ്ടും കുപ്പി എറിയുന്ന ഒരു സംഭവം ഉണ്ടായി. കുറച്ച് മുന്നേ, ഒരു അരമണിക്കൂർ മുന്നേ ഉണ്ടായിട്ടുണ്ട്. സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇപ്പോൾ മാർച്ച് ഉണ്ടായിരുന്നു അഭിഭാഷകരുടെ? അത് അവരുടെ സംഘടനാ തരത്തിൽ അതങ്ങനെ കാണിച്ചതായിരിക്കും. പക്ഷെ നമുക്ക് തീർത്തും അപഹാസ്യമായിട്ടുള്ളൊരു നടപടിയായിട്ടാണ് അത് തോന്നിയിട്ടുള്ളത്. വേറൊന്നുമല്ല, ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ രാത്രി സംഘം ചേർന്ന് മർദ്ദിക്കുക, അതിനുശേഷം ക്യാമ്പസിൽ പകൽ എക്സാമുകൾ അടക്കം നടക്കുന്ന ഒരു സമയത്ത് അധ്യാപകരോടടക്കം മോശമായിട്ട് പെരുമാറി ക്യാമ്പസിൻ്റെ അകത്തേക്ക് യാതൊരു പ്രകോപനവും ഇല്ലാണ്ട് ഇങ്ങോട്ടേക്ക് ചില്ലും കുപ്പികൾ എറിയുക, എന്നിട്ട് അവർ ചെന്ന് മാർച്ച് എടുക്കുക. അപ്പോൾ ഇതിലൊക്കെ എന്ത് യുക്തി? അഭിഭാഷകരോട് ഇപ്പോൾ മോശമായി പെരുമാറിയെന്നാണ് അധ്യാപകർ. അതെ, അധ്യാപകൻ അടക്കം അങ്ങോട്ടേക്ക് അവരോട് സമവായ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അധ്യാപകൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അധ്യാപകനോട് വളരെ മോശമായിട്ടാണ് അവർ പെരുമാറിയിട്ടുള്ളത്. എന്തായാലും ഈ വിദ്യാർത്ഥിനി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ പോലീസ് അടക്കം ഇവിടേക്ക് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാണാം, പോലീസ് വാഹനം അവിടെയുണ്ട്. തൊട്ടപ്പുറത്ത് കോടതിയാണ്, അവിടെയും പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ തുടർ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അഭിഭാഷകർ ആരോപിക്കുന്നത് ഈ ബാർ അസോസിയേഷൻ്റെ പരിപാടിയിലേക്ക് SFI വിദ്യാർത്ഥികൾ വന്ന് പ്രശ്നമുണ്ടാക്കി എന്നതാണ് അവർ ആരോപിക്കുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ പറയുന്നത്, കഴിഞ്ഞ രാത്രിയിലത്തെ സംഭവമാണ് കേട്ടോ, വിദ്യാർത്ഥികൾ പറയുന്നത് അഭിഭാഷകർ ബോധപൂർവം വിദ്യാർത്ഥികളോടക്കം മോശമായി പെരുമാറി എന്നതാണ് പറയുന്നത്. എന്തായാലും രാവിലത്തെ പുലർച്ചെ ഉണ്ടായ സംഘർഷത്തിൽ ഇരു കൂട്ടർക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഈ കോടതി വളപ്പിൽ നിന്ന് അഭിഭാഷകർ കുപ്പികളും മറ്റും എറിയുന്ന ദൃശ്യങ്ങളാണ്. എന്തായാലും സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. പോലീസ് ക്യാമ്പ് ചെയ്യുകയാണ്. തുടർ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾ ഇവിടെ ക്യാമ്പസിൽ സംഘടിച്ച് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അഭിഭാഷകർ കോടതി വളപ്പിൽ അവിടെ സംഘടിക്കുകയും മാർച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നിലവിലത്തെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവിടെയും സംഭവിക്കുന്നത്. തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കേണ്ട സാഹചര്യങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുമാണ്. അധികാരികൾ ആ നിലയ്ക്കുള്ള സംയമനത്തോടുള്ള ഇടപെടലുകൾ നടത്തേണ്ടതുമാണ്. അവിടെ ഈ കല്ലേറിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പക്വതയുള്ള ആളുകൾ, അഭിഭാഷകർ, സമൂഹം, വിദ്യാർത്ഥി സമൂഹം, അധ്യാപകർ, ഇവരൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടൊരു ശാന്തത ഉണ്ടാക്കേണ്ടത് തന്നെയാണ്.